ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് സൗദി അറേബ്യയിലെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലാണുള്ളത്. ഈ ഒരു സ്ഥലം വരുന്നത് ജീസാനിലാണ്. സോ ഈ ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ക്യാമറയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് വഴി നിങ്ങൾക്ക് അങ്ങനെ പോകാം. അങ്ങനെ പോയിട്ട് നിങ്ങൾ ചുറ്റി കണ്ടിട്ടാണ് ഈ ഭാഗത്തോടെ ഈ സൈഡിൽ കൂടിയാണ് പുറത്തോട്ട് വരുന്നത്. ഈ ഒരു കാണാനേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളോട്ടൊന്നും നമുക്ക് എൻട്രി ഇല്ല. അതൊക്കെ അവർ ഓൾറെഡി ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു സൈഡിൽ അങ്ങ് അറ്റത്തായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. വലിയൊരു കവാടമാണ്, അത് അവർ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ഡോറുണ്ട്. ആ ഡോറിൽ കൂടെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ബാക്ക് ഡോർ ആയിരിക്കാം. പക്ഷേ ഇതൊന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും കാണാൻ പറ്റുന്നില്ല. ഉള്ളിലെല്ലാം ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളിവിടെ വരിക, ഈ സ്ഥലമൊക്കെ കാണുക. അങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നും ആയിട്ട് വരരുത്. അതിന് മാത്രം കാണാനുള്ള സ്ഥലമൊന്നുമില്ല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലെ ജീസാനിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലാണ്. ടൂറിസ്റ്റ് കേന്ദ്രമാണ്. 600 വർഷം പഴക്കമുള്ള ഒരു കോട്ടയാണിത്. അഡോസറിയ കാസ്റ്റിൽ എന്നാണ് കോട്ടയുടെ പേര്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. സോ അത് കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നതിൻ്റെ പ്രോബ്ലം ആയിരിക്കും. സോ നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയിട്ടാണെന്നോ എന്നറിയില്ല. ഇവിടെ അധികം ആൾക്കാരെയൊന്നും കാണുന്നില്ല. പാർക്കിംഗ് ഏരിയ പോലും നമ്മളൊരു വണ്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് ഉള്ളോട്ട് കയറി നോക്കാം ആരെങ്കിലും ഉണ്ടാവുമെന്ന്. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മെയിൻ എൻട്രൻസ് അല്ല. നമ്മൾ ഈ പാർക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ കൂടി കയറി പോകുന്നതേ ഉള്ളൂ. മേ ബി അതിൻ്റെ മുകളിലെത്തുമ്പോൾ അവിടെ ആൾക്കാരുണ്ടാവുമായിരിക്കും. 5 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ ഇവിടെ നല്ല വ്യൂ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെടുമ്പോൾ നമ്മൾ സബ്യയിലാണ് താമസിക്കുന്നത്. സോ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ആൾക്കാരില്ലാത്തതുകൊണ്ടാണോ അറിയില്ല, ഭയങ്കര വിജനമായ ഒരു സ്ഥലമാണ്. പക്ഷേ നന്നായിട്ട് ഒരു ബീച്ച് പോയിരിക്കുന്നത് പോലെ നല്ല കാറ്റുണ്ട്. പിന്നെ ഒരുപാട് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് വേറൊരു വൈബ് തോന്നുന്നു നമുക്ക്. ഇത് ഫുൾ കയറിയാലേ ഉള്ളൂ മുകളിൽ കോട്ടയുടെ അവിടെ എത്തുള്ളൂ. 600 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇതിന്. 1930 സൗദിയുടെ സ്ഥാപകനായ അന്ന് ഹിസ് ഹൈനസ് സൗദി രാജാവ് ഇത് സൈനികരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സൈനിക താവളമായിട്ട് കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു എന്നാണ് പറയുന്നത്. അതിന് ശേഷമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. അപ്പോഴൊക്കെ ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ഇതിനകത്ത് കയറി വിസിറ്റ് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് റിനോവേഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള കോട്ടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അവർ. അപ്പോൾ നമുക്ക് പുറത്തുകൂടി ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ, ഫോട്ടോ എടുക്കാനൊക്കെ. കോട്ടയുടെ ഉള്ളിൽ ആളുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, പിന്നെ ഒരു പോലീസ് ഓഫീസറും ഉണ്ട്. എന്താണേലും നമുക്ക് ഫുള്ള് കയറി നോക്കാം. ഇവിടെ നിന്നാൽ എനിക്ക് തോന്നി ജീസാൻ സിറ്റി ഫുൾ ഞാൻ കാണുന്നുണ്ടെന്ന്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുറച്ച് നടന്ന് കാണാനുണ്ട്. അപ്പുറത്ത് ചെങ്കടലാണ് കാണുന്നത്. പിന്നെ ഷിപ്പ് കാര്യങ്ങൾ. ഇവിടേക്ക് വരുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് പേടിയാവുന്നൊരു വഴിയാണ്. ഒരു ആൾക്കാരൊന്നുമില്ല, ഒരു വിജനമായ ഏരിയയാണ്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയാൽ നമ്മൾ ഒരു ഹില്ലാണിത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 200 മീറ്റർ കൂടുതൽ മുകളിലായിട്ടായിരിക്കും ഈ ഒരു കോട്ട ഉള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഇതിന് സൈഡിലൊക്കെ ബോട്ടൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ വേറെ എന്തോ കാര്യം കാണിക്കാൻ വേണ്ടി വെച്ചതാണോ, നമ്മൾ ഇരുടായിട്ട് എന്താണെന്ന് കാണാത്തതായിരിക്കാം. അപ്പോൾ ഈ കോട്ടയുടെ സൈഡിലെത്തിയിട്ടുണ്ട് നമ്മൾ. നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് കാണാം. ഇത് നിർമ്മിച്ചിരിക്കുന്നത് റോ മെറ്റീരിയൽസ് കൊണ്ടാണ്. അതായത് ഈ സൗദി അറേബ്യയിൽ അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് കൊണ്ട്. ഉള്ളിലൊക്കെ വുഡിൻ്റെ കാര്യങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി അന്ന് ഉപയോഗിച്ച കാര്യങ്ങളൊക്കെയാണുള്ളത്. ഒരു മ്യൂസിയം പോലെ സൂക്ഷിച്ചതാണ്. അത് ഇവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു തന്നാണ്. 2 പേര് നമ്മളെപ്പോലെ കാണാൻ വന്നവരവിടെ ഉണ്ട്. ആരെയും കാണാത്തപ്പോൾ നമുക്കൊരു ടെൻഷനായി.
ഇപ്പം 2-3 ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ആരില്ലായിരുന്നു. താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വിജനമായ ഏരിയ. അത് നിർത്തിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു തിരിച്ചു പോകാൻ, നമുക്കിവിടെ ആരെയും കാണുന്നില്ല എന്ന്. പിന്നെ ഈ ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളോട്ട് കയറിയതാണ്. അവിടെ 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്. അവർ ഫോട്ടോ എടുക്കുകയും ഒക്കെയാണ്. ഇതൊക്കെ സൗദി പിള്ളേരാണെന്ന് തോന്നുന്നു. വിൻഡോ ഒക്കെ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മണ്ണാണ് ഫുള്ള്. മണ്ണും പിന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേറെ എന്തോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇവർ നമ്മുടെ മലയാളി കുട്ടികളെക്കാട്ടും അപ്പുറമാണെന്ന് തോന്നുന്നു. എന്താ ഉള്ളിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ചെറിയൊരു ഗ്യാപ്പ് കൂടെ അവരതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നോക്കുകയാണ്. ഇതിന് 2 ഓപ്പണിങ്സ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഭാഗം പോയിട്ട് നമുക്ക് നോക്കാം. ഇത് ബാക്ക് സൈഡാണ് വരുന്നത്. കണ്ടില്ലേ ഇതിന് പുറത്തോട്ടുള്ളൊരു വ്യൂ. ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. അവിടെ നമുക്ക് കയറി നോക്കാം ഉള്ളോട്ട് പോകാൻ പറ്റുമോ എന്ന്. ഓപ്പൺ അല്ല. അവിടെ ചങ്ങലയിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റാഫ് ആരോ ഉണ്ടെന്ന്. ഇതൊക്കെ കല്ലുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. വലുതാണ്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ വിചാരിക്കും ഇത്ര ഹൈറ്റ് ഉള്ളു, പക്ഷെ അടുത്തുനിന്ന് കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് നിൽക്കാം. പിന്നെ ഈ സിറ്റി കാണാം. അടിപൊളി സിറ്റി അല്ലേ, അടിപൊളി വ്യൂ. ഇവിടെയൊക്കെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ചെങ്കടൽ കാണാം. പിന്നെ അവിടെ ഒരു ഷിപ്പുണ്ട്. പിന്നെ ഒരു ഹോട്ടലുണ്ട്, നൊവോട്ടൽ എന്ന് പറഞ്ഞിട്ട്. സോ അതൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നിന്നാൽ. നല്ല വ്യൂ ആണ്. കാറ്റ്, നല്ല കാറ്റുണ്ട്. തണുത്ത കാറ്റിങ്ങനെ വീശുന്നുണ്ട്. ഒരു പ്രത്യേക സുഖം ഇവിടെ നിൽക്കാൻ. ഒരു പക്ഷേ ഈ രാത്രി വന്നുകൊണ്ടായിരിക്കും കേട്ടോ ഇത്ര ഒരു നല്ലൊരു ഫീലൊക്കെ ഉള്ളത്. ഉച്ചയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നല്ല ചൂടായിരിക്കും. ഈ സമയം വന്നത് നന്നായി. ഇതൊക്കെ ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇതെൻ്റെ ഫോണിൻ്റെ ക്യാമറയാണ്. നല്ല ക്യാമറയൊക്കെ ഉള്ള ആൾക്കാർ വന്നാൽ നന്നായിട്ട് എന്ത് മനോഹരമായിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യാമെന്നറിയാമോ. ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഓപ്പൺ. സോ ഇവിടെ നമുക്ക് പോയി നോക്കാം അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമെന്ന്. പക്ഷെ അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ റിനോവേഷന് വേണ്ടി പൂട്ടിയതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ തുറന്നിടാൻ ചാൻസ് ഉണ്ട്. ഭയങ്കര ഇരുടാണ്. ഇവിടെ ലൈറ്റൊന്നും ഇല്ല. ഇവിടെയാണ് ഡോർ വരുന്നത്. പൂട്ടിയിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഒരു സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഉള്ളിൽ ആളില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ പുറത്തുനിന്നാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്തതായിരിക്കും. ആ ഗ്യാപ്പ് കൂടെ നമ്മൾ ഉള്ളോട്ട് നോക്കുമ്പോൾ കുറച്ച് വുഡിൻ്റെ ഐറ്റംസും പിന്നെ ഈ പഴയ കാലത്തെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് അതുവഴി തന്നെ ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ മെയിൻ എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും.
ഡേ ടൈം ആണെങ്കിൽ ചിലപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് നല്ലോണം എനിക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റിയേനെ. ഈ സൈഡാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ചില സൈഡൊക്കെ കുറച്ചൊരു ഇതായിട്ടുണ്ട്. പക്ഷെ ഇവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വേസ്റ്റ് ഒരു പൊടി പോലും ഇല്ല ഇവിടെയൊന്നും. എന്ത് ക്ലീനായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ്. അതുവഴി കയറിയിട്ടാണ് വരിക. പിന്നെ ഇങ്ങനെ ഈ സൈനിക ആവശ്യത്തിന് കൊടുത്തതിന് ശേഷം അവരെ വണ്ടികളൊക്കെ കയറി വരാൻ വേണ്ടിയിട്ടാണ് മറ്റേ സൈഡിൽ കൂടെ റോഡാക്കിയത്. ചിലപ്പോൾ ഇവിടെയൊക്കെ ഈ ഹോളുള്ളത് സൈനികർക്ക് ഈ ചെങ്കടലിൽ കൂടെ ആരെങ്കിലും വരുമ്പോൾ അവരെ കാണാനൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. ഇതിൽ നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. ഇനി വേറെ ഒന്നും കാണാനില്ല അവിടെ. അത് ലോക്കാണല്ലോ. സോ ലോക്ക് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാമായിരുന്നു. ജീസാനിലൊക്കെ ഉള്ളവർ, സബ്യ ഇങ്ങനെ ഈ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർ ഇവിടെയൊക്കെ വന്നിട്ട് ഇത് കാണുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ റംദാൻ്റെ ലീവൊക്കെ വരുമ്പോൾ കുറച്ച് ദിവസം ഓഫ് ഉണ്ടാവുമല്ലോ, ആ ദിവസങ്ങളിലൊക്കെ വന്ന് കാണുക. ഇവിടെ എൻട്രി ഫീയും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളെക്കൊണ്ട് പറ്റുന്നത് നമ്മൾ വന്ന് കാണുക. ഇത് താഴേന്ന് മേലോട്ട് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് കോട്ടയുടെ. ഒന്നാമത് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും കറക്റ്റ് അറിയില്ല. അറിയെങ്കിൽ മനോഹരമായിട്ട് നിങ്ങൾക്കിത് കാണാമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സർപ്രൈസ് പോലെയായി. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു മ്യൂസിയം സെർച്ച് ചെയ്താണ് ഞാൻ ഇവിടെ എത്തുന്നത് ആക്ച്വലി. സോ ഇങ്ങനെ ഒരു സ്ഥലമാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു അനുഭവമായി. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗദിയിൽ പോയിട്ട് ഒന്നും കാണാനില്ല എന്ന്. ചുമ്മാ ആണ് അതൊക്കെ. നമ്മളെ ചുറ്റുമുണ്ട്. നമ്മളെ ചുറ്റും നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മൾ കണ്ണ് തുറന്ന് നോക്കായിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മടികൊണ്ട് നമ്മൾ പുറത്തിറങ്ങാതെ നിൽക്കുന്നതായിരിക്കും. ഇതൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ചെങ്കോട്ട. എനിക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ. സോറി, ചെങ്കോട്ടയല്ല, ചെങ്കടൽ. നല്ല വ്യൂ അല്ലേ. ഇനി നമ്മൾ പോവാണ്. താഴെ ഇറങ്ങി പിന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൻ്റെ താഴെയാണ് നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ആകെ ഞങ്ങളും പിന്നെ ആ കണ്ട 2 കുട്ടികളും പിന്നെ ഇവിടെയുള്ള സെക്യൂരിറ്റി പിന്നെ ഒരു പോലീസ് ഓഫീസറും മാത്രമാണുള്ളത്. ഈ ഒരു കോട്ടയെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. സോ കുറച്ചുകൂടി നന്നായിട്ട് അറിയായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാമായിരുന്നു അല്ലേ. സോറി. ഞാൻ കുറച്ചുകൂടെ ബാക്കോട്ട് നിന്ന് ഷൂട്ട് ചെയ്താൽ ഇത് ഒന്നുകൂടി കാണാൻ പറ്റും നിങ്ങൾക്ക്. യെസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. നല്ല സ്ഥലമല്ലേ കാണാൻ.
എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വന്നാൽ ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ നിങ്ങൾക്ക് ഇതിലിങ്ങനെ റൗണ്ട് ചെയ്ത് കാണാനുള്ളതൊക്കെ ഉണ്ട്. വലിയ സംഭവമൊന്നുമില്ല കാണാൻ, എന്നാലും നമുക്ക് കാണാനുള്ളതൊക്കെ ഉണ്ട്. ഒരു ഹാഫ് അവർ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനുള്ളതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വീഡിയോ സൈഡിൽ നോക്കി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇങ്ങോട്ട് വരില്ലല്ലോ കാണാൻ. സൈഡ് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. പാർക്കിംഗ് ഏരിയയിൽ ഇപ്പോൾ ആകെ നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ, എല്ലാവരും പോയി. അതാ ആ കാണുന്നതാണ് നവോട്ടൽ. അതിൻ്റെ സൈഡിലുള്ള യന്ത്രൂഞ്ഞാൽ കണ്ടില്ല, അവിടെ ഒരു ബീച്ചാണ്. പിന്നെ ഈ റോഡ് വഴി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവിടെ ഉണ്ട് കുറേ ബോട്ടൊക്കെ വെച്ചിട്ട്. അതെനിക്ക് തോന്നുന്നു അവർ വേറെ എന്തോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതോ അല്ലെങ്കിൽ മുമ്പ് വെച്ച എന്തോ ക്രിയേറ്റ് ചെയ്തത് എന്തോ ഇതായിപ്പോയതോ എന്തോ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്.